ക്രിസ്തുവിൽ പ്രിയരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഇറ്റലിക്കാരുടെ സ്വന്തം വിശുദ്ധയായ വിശുദ്ധ ക്ലേലിയനെ കുറിച്ചാണ്. ഇറ്റലിയിലെ ബുദ്രിയ എന്ന പട്ടണത്തിൽ 1847 ഫെബ്രുവരി 13 ബർബേരി കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. 7 വയസ്സുള്ളപ്പോൾ അവളുടെ പിതാവ് മരണപ്പെട്ടു. ആദ്യ കുർബാന സ്വീകരണം മുതൽ അസാധാരണമായ ദൈവാനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ കടന്നുവന്നു. ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ സജീവയായിരുന്ന വിശുദ്ധയെ ഇടവ വൈദികൻ മത അധ്യാപികയായി നിയോഗിച്ചു. തന്നെ ഏൽപ്പിച്ച ജോലിയിലെല്ലാം അവൾ വളരെ ആത്മാർത്ഥതയുള്ളവൾ ആയിരുന്നു. വിശുദ്ധി, അസമാന കഴിവുകൾ എന്നിവ കണ്ട് വിശുദ്ധയെ ഇടവക വികാരി യുവതികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി നിയോഗിച്ചു. വിശുദ്ധയുടെ ആത്മാർത്ഥത കണ്ട് മറ്റു സ്ത്രീകളും അതിലേക്ക് കടന്നുവന്നു. അങ്ങനെ അവർ വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികൾ എന്ന സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തു. 1868 ബൊളോത്തയിലെ കർദിനാൾ ഈ സന്യാസ സമൂഹത്തെ രൂപതാ തലത്തിൽ അംഗീകരിച്ചു. പിന്നീട് 1949 അവർ സേവന സഹോദരിമാർ എന്ന സന്യാസ സമൂഹവുമായി ഒരുമിച്ച് ചേർന്നു. വിശുദ്ധയുടെ ദൈവത്തോടുള്ള അഗാധ ഭക്തിയിൽ ഒരുപാട് മിസ്റ്റിക് അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായി. അത് പിന്നീട് സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. പൊതുജനങ്ങൾ അവളെ അമ്മയെന്നും ക്ലേലിയ മദറെന്നും വിളിച്ചു. അത്ര വലിയ സ്വാധീനമാണ് വിശുദ്ധ അവരുടെ ജീവിതത്തിൽ ചെലുത്തിയത്. അതുകൊണ്ടാണ് അവർ അവളെ അങ്ങനെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തത്. 1870 ജൂലൈ 13 വിശുദ്ധയുടെ 23-ാം വയസ്സിൽ അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 1989 ഏപ്രിൽ 9 ജോൺ പോൾ II പാപ്പ അവളെ വിശുദ്ധയുടെ പദവിയിലേക്ക് നിയോഗിച്ചു. വിശുദ്ധയുടെ അഗാധമായ ഭക്തി അവളെ ജനത്തിലേക്ക് ആകർഷിച്ചു. വിശുദ്ധയുടെ ഈ മാതൃക നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരുപാട് ലൗകിക സുഖങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നമ്മളും ഒരുപാട് തെറ്റുകളിൽ വീണു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്താൽ നമ്മൾ ഒരിക്കലും ആ വഴിയിൽ നീങ്ങില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിനെ നമ്മെ സഹായിക്കുന്നതാണ് വിശുദ്ധ കുർബാനയും ജപമാലയും ബൈബിൾ വായനയും. അത് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തെ സ്വീകരിക്കണം. അങ്ങനെ ഈശോ നമ്മുടെ ഉള്ളിൽ എന്നും വസിക്കണം. അതുപോലെ ജപമാലയും ചൊല്ലി പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുത്തിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ജപമാല ചൊല്ലുന്ന ഒരാളും നശിച്ചു പോകാൻ ദൈവവും പരിശുദ്ധ അമ്മയും അനുവദിക്കില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നു, എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ വായന നമ്മുടെ ജീവിതത്തിൽ മുടക്കരുത്. കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ദൈവത്തിൻ്റെ വചനം. നമുക്കും നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും വിശുദ്ധ ക്ലേലിയയുടെ പ്രാർത്ഥന മംഗളങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.